ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ നവംബർ മാസത്തെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള സിവിൽ, ഇലക്ട്രിക്കല്, അതേപോലെ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ എല്ലാവർക്കും ഉള്ള എക്സാം ഡേറ്റുകൾ ഏതൊക്കെയാണെന്നില്ലാരും നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും 2025 വിളിച്ച നോട്ടിഫിക്കേഷനിൽ എന്താ 2025 വിളിച്ച നോട്ടിഫിക്കേഷൻ ഒരു എക്സാം ഡേറ്റ് നവംബറിൽ അവിടെ വന്നിട്ടുണ്ട്. സോറി, നവംബറിൽ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഷോക്കിംഗ് കാര്യം തന്നെയാണ്. ഇതിപ്പം HST ഹൈസ്കൂൾ ടീച്ചറിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ വരാം. അതിനു മുന്നേ നമുക്ക് മെയിൻ ആയിട്ട് ഏതൊക്കെ ആണ് ഉള്ളതെന്നില്ലാരും നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം പോയി നോക്കാം. ഓക്കെ, അതിലിപ്പോ ഫസ്റ്റ് ഉള്ളത് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് 69/2024 കാറ്റഗറി നമ്പർ വന്നുള്ളത്. അപ്പോ എക്സാം ഡേറ്റ് നവംബർ 11-നാണ് എക്സാം ഡേറ്റ്, നവംബർ 11-ന്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് തൊട്ട് സെപ്റ്റംബർ 11 വരെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. അവിടെ ആകെ 2251 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, എക്സാമിന് അപ്ലൈ ചെയ്തേക്കുന്നത്. 2251 പേര് എന്ത് ചെയ്യാം, അവിടെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് എക്സാം. പിന്നെ നമ്മള് നവംബർ 14-ന് നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം ഡേറ്റ് 96/2025 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള എക്സാം ആണ് നവംബർ 14-ന്. 10,008 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 31/10 തൊട്ട് നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ അവിടെ ലിസ്റ്റ് ഓഫ് റിട്ടേണൊക്കെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഉണ്ട്, അതൊക്കെ കോമൺ എക്സാം ആണ്. ലൈൻമാൻ ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ലൈൻമാൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2. ഓക്കെ, അപ്പോൾ ലൈൻമാൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് PWDയിലേക്കാണ്. തിരുവനന്തപുരത്തേക്ക് 1881 പേര്, കൊല്ലം 1115 പേര്, എറണാകുളം 2116, തൃശ്ശൂർ 1965, പാലക്കാട് 1882. പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ സ്റ്റേറ്റ് വൈഡ് ആണ്, മിന്മേലെ കുളിച്ചാണ് 6871 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു നവംബർ 19-നാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നവംബർ 19-നാണ് എക്സാം ഡേറ്റ്. അതുകൂടാണ്ട് ഒരു എന്താ പറയുക 102/2025, അതായത് നമ്മുടെ മിൽമയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ അതില് ഒരു അപ്ലിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മളൊരു ഇലക്ട്രിസിറ്റി വർക്കർ ഉണ്ട്, അതിനാകെ 813 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. തൃശ്ശൂരിലേക്ക് വേണ്ടിയിട്ടുള്ള, തൃശ്ശൂർ ഇലക്ട്രിസിറ്റി കോർപ്പറേഷനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മള് സിവിലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ തേർഡ് ഗ്രേഡ് ഓവർസിയർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി LSTDയിലേക്ക് 329 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് നവംബർ 22 ആണ്. കോമൺ എക്സാം ആണ്. ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ വർക്ക് സൂപ്പർഡന്റ് ഗ്രേഡ് 2 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. 18,052 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് LSTDയിലേക്കാണ്. 714/2024 കാറ്റഗറി നമ്പർ. 28,034 പേര് എന്ത് ചെയ്യാം, അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കോട്ടയത്തേക്ക് 1,778 പേര് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. നവംബർ 25-നാണ് എക്സാം. അതും ഇതേപോലെ 2025 വിളിച്ച നോട്ടിഫിക്കേഷൻ ആണ്. കണ്ടില്ലേ, 9,105 പേര് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അനലിസ്റ്റ് ഒക്കെ പറയാം. പിന്നെ ഫാർമസിസ്റ്റ്, ഡെന്റൽ സർജൻ, പിന്നെ വാച്ച്മാൻ, അതൊക്കെയാണ് ആയ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യാം നവംബർ മാസത്തെ എക്സാം കലണ്ടർ. ഇതിലും എന്ത് പ്രാവശ്യം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് വന്നിട്ടില്ല. ഓക്കെ, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് വന്നിട്ടില്ല. അത് കൂടാതെ ഇലക്ട്രിക്കലിലാണെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 KWയിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻ ആണ്, ഇത്രയും നോട്ടിഫിക്കേഷൻ എക്സാം അവിടെ വരാനുണ്ട്. ചെറിയൊരു ന്യൂസ് ആണ്. കൂടുതൽ അപ്ഡേറ്റ്സ് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.